ഒരു യോഗിയുടെ ആത്മകഥ. അധ്യായം 2. അമ്മയുടെ മരണവും രഹസ്യാത്മകമായ ഏലസും. അമ്മയുടെ ഏറ്റവും വലിയ ആഗ്രഹം എൻ്റെ ജ്യേഷ്ഠന്റെ വിവാഹം നടന്നു കാണുകയായിരുന്നു. അനന്തന്റെ വധുവിന്റെ മുഖം കാണുമ്പോൾ ഞാൻ ഈ ലോകത്ത് സ്വർഗം കണ്ടെത്തും. കുടുംബത്തിന്റെ തുടർച്ചയായ നിലനിൽപ്പ് ഉറപ്പുവരുത്തുകയെന്ന ശക്തമായ ഭാരതീയ വികാരം ഈ വാക്കുകളിൽ അമ്മ പ്രകടിപ്പിക്കുന്നത് പലപ്പോഴും ഞാൻ കേട്ടിട്ടുണ്ട്. അനന്തതായുടെ വിവാഹ നിശ്ചയം നടന്നപ്പോൾ എനിക്ക് ഏതാണ്ട് 11 വയസ്സുണ്ട്. വിവാഹത്തിന്റെ തയ്യാറെടുപ്പിന് അതീവ സന്തോഷത്തോടെ മേൽനോട്ടം വഹിച്ചുകൊണ്ട് കൽക്കത്തയിലായിരുന്നു അമ്മ. ലാഹോറിൽ 2 വർഷത്തെ സേവനത്തിനു ശേഷം അച്ഛനെ ബറേലിയിലേക്ക് സ്ഥലം മാറ്റിയിരുന്നു. അവിടെയുള്ള ഞങ്ങളുടെ വീട്ടിൽ ഞാനും അച്ഛനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നേരത്തെ തന്നെ എൻ്റെ ജ്യേഷ്ഠ സഹോദരിമാരായ രമയുടെയും ഉമയുടെയും വിവാഹാഘോഷങ്ങളുടെ പകിട്ടും മോടിയും ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ മൂത്ത മകനെന്ന നിലയിൽ അനന്തതായുടെ കാര്യത്തിൽ പരിപാടികൾ യഥാർത്ഥത്തിൽ വളരെ വിപുലമായിരുന്നു. ദൂരെ നിന്നും കൽക്കത്തയിൽ ദിവസേന എത്തിയിരുന്ന നിരവധി ബന്ധുജനങ്ങളെ അമ്മ സ്വീകരിക്കുകയായിരുന്നു. ആംഹേഴ്സ്റ്റ് തെരുവിൽ പുതുതായി വാങ്ങിയ 50-ാം നമ്പർ വീട്ടിൽ എല്ലാ സുഖ സൗകര്യങ്ങളോടും കൂടി അമ്മ അവരെ പാർപ്പിച്ചു. സദ്യയ്ക്കുള്ള വിശിഷ്ട ഭോജ്യങ്ങൾ, വധൂഗൃഹത്തിലേക്ക് ജ്യേഷ്ഠനെ കൊണ്ടുപോകാനുള്ള സിംഹാസനം, നിരനിരയായ രംഗദീപങ്ങൾ, കാർഡ്ബോർഡ് കൊണ്ടുള്ള ഭീമാകാരമായ ആനകളും ഒട്ടകങ്ങളും, ഇംഗ്ലീഷും സ്കോട്ടിഷും ഭാരതീയവുമായ വാദ്യവൃന്ദങ്ങൾ, വിനോദ കലാമേള വിദഗ്ധർ, വിധിപ്രകാരം കർമ്മങ്ങൾ നടത്തുവാനായി പുരോഹിതന്മാർ, എല്ലാം തയ്യാർ. അച്ഛനും ഞാനും ഈ മംഗളകർമ്മത്തിനു വേണ്ടി കൃത്യസമയത്ത് കുടുംബത്തോടൊത്തുചേരാൻ ഒരു ഉത്സവത്തിന്റെ ആഹ്ലാദത്തോടെ പരിപാടികൾ തയ്യാറാക്കുകയായിരുന്നു. ആ മഹത്തായ ദിനത്തിനു തൊട്ടുമുമ്പ് എനിക്ക് അശുഭമായ ഒരു ദർശനമുണ്ടായി. ബറേലിയിൽ വെച്ച് ഒരു അർദ്ധരാത്രിയായിരുന്നു അത്. അച്ഛന്റെ കൂടെ ഞാൻ ഞങ്ങളുടെ ബംഗ്ലാവിന്റെ വരാന്തയിൽ കിടന്നുറങ്ങുകയായിരുന്നു. കൊതുകുവലയുടെ ഒരു വല്ലാത്ത ഇളക്കം എന്നെ ഉണർത്തി. നേരിയ കർട്ടനുകൾ ഒതുക്കി മാറ്റി. എൻ്റെ അമ്മയുടെ പ്രിയ രൂപം ഞാൻ കണ്ടു. അച്ഛനെ ഉണർത്തു. അമ്മയുടെ ശബ്ദം തീരെ നേർത്തതായിരുന്നു. എന്നെ കാണണമെന്നുണ്ടെങ്കിൽ പുലർച്ചെ 4 മണിക്കുള്ള ആദ്യത്തെ തീവണ്ടിയിൽ തന്നെ വേഗം കൽക്കത്തയ്ക്ക് വരിക. ആ നിഴൽ രൂപം മറഞ്ഞു. അച്ഛ, അമ്മ മരിക്കാൻ പോവുകയാണ്. എൻ്റെ വാക്കുകളിൽ നിറഞ്ഞു നിന്ന ഭയം അച്ഛനെ ഉടൻ ഉണർത്തി. തേങ്ങി ദുരന്ത വാർത്ത ഞാൻ അച്ഛനെ അറിയിച്ചു. നിന്റെ ഈ മതിഭ്രമം കാര്യമാക്കേണ്ട. പതിവിൻപടി ഒരു പുതിയ സാഹചര്യത്തിനു തൻ്റെ നിഷേധ പ്രതികരണം അച്ഛൻ നൽകി. നിന്റെ അമ്മ തികച്ചും ആരോഗ്യവതിയാണ്. എന്തെങ്കിലും മോശമായ വാർത്ത ലഭിച്ചാൽ നമുക്ക് നാളെ തിരിക്കാം. ഇപ്പോൾ തന്നെ തിരിക്കാത്തതിന് അച്ഛൻ സ്വയം മാപ്പു നൽകുകയില്ല. ഭയാശങ്ക എന്നെക്കൊണ്ട് കടുത്ത സ്വരത്തിൽ ഇത്രയും കൂടി പറയിപ്പിക്കാൻ ഇടയാക്കി. ഞാനും ഇതിനൊരിക്കലും അങ്ങേക്ക് മാപ്പു തരില്ല. അമ്മയ്ക്ക് അസുഖം കലശലാണ്. വിവാഹം മാറ്റിവെച്ചു. ഉടൻ വരൂ. വ്യക്തമായ വാക്കുകളോടെ ശോകമൂകമായ പ്രഭാതം വന്നെത്തി. അച്ഛനും ഞാനും വെളിവ് നഷ്ടപ്പെട്ടവരെ പോലെ യാത്ര തിരിച്ചു. വണ്ടി മാറിക്കയറേണ്ട ഒരു സ്ഥലത്ത് വെച്ച് എൻ്റെ ഒരു അമ്മാവൻ ഞങ്ങളെ കണ്ടുമുട്ടി. അനുനിമിഷം വലുതായിക്കൊണ്ടിരുന്ന രൂപവുമായി ഒരു ട്രെയിൻ ഞങ്ങളുടെ നേരെ ഇടിനാദത്തോടെ പാഞ്ഞു വന്നു. അതിനു മുന്നിലുള്ള പാളത്തിലേക്ക് സ്വയം എറിഞ്ഞു കൊടുക്കുവാനുള്ള ഒരു തീരുമാനം എൻ്റെ അന്തക്ഷോഭം കാരണം എൻ്റെ മനസ്സിൽ ഉദിച്ചു. അമ്മയെ നഷ്ടപ്പെട്ടു കഴിഞ്ഞെന്നു കരുതിയ എനിക്ക് പെട്ടെന്ന് ശൂന്യമായൊരു ലോകം താങ്ങാനാകുമായിരുന്നില്ല. ഈ ലോകത്ത് എൻ്റെ ഏറ്റവും അടുത്ത മിത്രമായാണ് ഞാൻ അമ്മയെ സ്നേഹിച്ചിരുന്നത്. അമ്മയുടെ സാന്ത്വനപ്പെടുത്തുന്ന കറുത്ത കണ്ണുകളായിരുന്നു ബാല്യത്തിലെ നിസ്സാരങ്ങളായ ദുരന്തങ്ങളിൽ എൻ്റെ അഭയം. അമ്മ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുവോ? അമ്മാവനോട് ഒരേ ഒരു അവസാന ചോദ്യം ചോദിക്കാൻ ഞാൻ നിന്നു. എൻ്റെ മുഖത്തെ നൈരാശ്യം മനസ്സിലാക്കാൻ അദ്ദേഹത്തിന് താമസമുണ്ടായില്ല. തീർച്ചയായും അവൾ ജീവനോടെ തന്നെ ഇരിക്കുന്നു. പക്ഷേ ഞാൻ അദ്ദേഹത്തെ ഒട്ടും വിശ്വസിച്ചില്ല. കൽക്കത്തയിലെ ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ എത്തിയത് മരണത്തിന്റെ അസ്ത്രപ്രജ്ഞമാക്കുന്ന നിഗൂഢതയെ അഭിമുഖീകരിക്കാനായിരുന്നു. ഏറെക്കുറെ നിർജീവമായ ഒരവസ്ഥയിലേക്ക് ഞാൻ തകർന്നു വീണു. യാഥാർത്ഥ്യവുമായി പൊരുത്തപ്പെടാൻ എനിക്ക് വർഷങ്ങൾ വേണ്ടിവന്നു. സ്വർഗ കവാടങ്ങൾ തന്നെ തകർത്തു കയറിക്കൊണ്ട് എൻ്റെ രോദനങ്ങൾ ഒടുവിൽ ദിവ്യജനനിയെ വിളിച്ചു വരുത്തി. എൻ്റെ ഉണങ്ങാത്ത വ്രണങ്ങളെ
ജനനിയുടെ വാക്കുകൾ ആത്യന്തികമായി സുഖപ്പെടുത്തി. ജന്മാന്തരങ്ങളായി നിരവധി അമ്മമാരുടെ വാത്സല്യത്തിൽ നിന്നെ ഞാനാണ് പരിപാലിച്ചത്. നീ തേടുന്ന ആ 2 കറുത്ത കണ്ണുകൾ, നഷ്ടപ്പെട്ട മനോഹരമായ കണ്ണുകൾ എൻ്റെ ദൃഷ്ടിയിൽ കാണൂ. ഞങ്ങൾ ഏറെ സ്നേഹിച്ച അമ്മയുടെ ശവസംസ്കാര കർമ്മങ്ങൾ കഴിഞ്ഞയുടൻ അച്ഛനും ഞാനും ബറേലിയിലേക്കു മടങ്ങി. ഞങ്ങളുടെ ബംഗ്ലാവിന്റെ ഹരിതപീഠവും നിരപ്പുമായ പുൽത്തകിടിക്കു നിഴലേകിയ ഒരു വലിയ പാരിജാതത്തിനടുത്തേക്ക് എല്ലാ ദിവസവും രാവിലെ ദീനമായൊരു സ്മരണയാത്ര ഞാൻ നടത്തി. വെള്ള പാരിജാതപ്പൂക്കൾ പുൽപ്പുറത്തിന്റെ അൾത്താരയിൽ വീണിരുന്നത് സ്വമേധയായുള്ള ഭക്തിയാലാണെന്ന് കവിതാത്മകമായ നിമിഷങ്ങളിൽ ഞാൻ സങ്കല്പിച്ചു. പ്രഭാതത്തിൽ നിന്നുതിരുന്ന ഒരു അലൗകിക പ്രഭാനാളം പലപ്പോഴും പൊഴിയുന്ന ഹിമബിന്ദുക്കളിൽ കണ്ണുനീർത്തുള്ളികൾ ചാലിച്ചു ചേർത്ത് ഞാൻ നോക്കിക്കണ്ടു. ഈശ്വരനെ തേടുന്ന ആത്മദാഹത്തിന്റെ ഉത്കടമായ വേദന എന്നെ മതിച്ചു. ഹിമാലയം ശക്തമായി എന്നെ ആകർഷിക്കുന്നതായി എനിക്ക് അനുഭവപ്പെട്ടു. എൻ്റെ ഒരു മച്ചൂനൻ ആ പവിത്രമായ സാനുക്കളിൽ ഒരു യാത്ര കഴിഞ്ഞ് ബറേലിയിൽ ഞങ്ങളെ സന്ദർശിച്ചു. യോഗിമാരുടെയും സ്വാമിമാരുടെയും ആവാസമായ ആ സമുന്നത ഗിരിവരന്റെ കഥകൾ ഞാൻ ആകാംക്ഷയോടെ കേട്ടു. നമുക്ക് ഹിമാലയത്തിലേക്ക് ഒളിച്ചോടാം. എൻ്റെ നിർദ്ദേശത്തിന് വീട്ടുടമയുടെ മകനായ ദ്വാരകാപ്രസാദിന്റെ പ്രതികരണം ഉദാസീനമായിരുന്നു. അപ്പോൾ അച്ഛനെ കാണാനെത്തിയ എൻ്റെ മൂത്ത സഹോദരനെ അവൻ ഈ പരിപാടി അറിയിച്ചു. ഒരു കൊച്ചുകുട്ടിയുടെ നടക്കാത്ത ആഗ്രഹം എന്ന നിലയിൽ ചിരിച്ചു തള്ളിക്കളയുന്നതിനു പകരം അനന്തത എന്നെ ശരിക്കും പരിഹസിക്കാനാണ് ഉറച്ചത്. നിന്റെ കാവ്യവസ്ത്രം എവിടെ? അതില്ലാതെ നിനക്ക് ഒരു സ്വാമിയാകാൻ പറ്റില്ല. പക്ഷേ ഈ വാക്കുകൾ വിവരിക്കാനാവാത്തവണ്ണം എന്നെ കോരിത്തരിപ്പിച്ചു. അവ എനിക്ക് വ്യക്തമായ ഒരു ചിത്രം പ്രദാനം ചെയ്തു. ഞാനൊരു സന്യാസിയായി ഭാരതമാകെ ചുറ്റിത്തിരിയുന്നത്. ഒരു പക്ഷേ അവ കഴിഞ്ഞ ഒരു ജന്മത്തിന്റെ ഓർമ്മകൾ ഉണർത്തിയതാവാം. ഏതായാലും എത്ര സ്വാഭാവികമായി അനായാസേന പൗരാണിക സന്യാസി പരമ്പരയുടെ കാവ്യവസ്ത്രം ഞാൻ ധരിക്കുമെന്ന് എനിക്ക് ബോധ്യമായി. ഒരു ദിവസം രാവിലെ ദ്വാരകയുമായി സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ ഈശ്വരപ്രേമം ഒരു ഹിമപ്രവാഹത്തിന്റെ ശക്തിയോടെ എന്നിലേക്ക് അവപതിക്കുന്നതായി എനിക്ക് അനുഭവപ്പെട്ടു. തുടർന്നുണ്ടായ എൻ്റെ വാഗ്വിലാസത്തിൽ സ്നേഹിതൻ കുറച്ചൊക്കെ ശ്രദ്ധിച്ചുള്ളുവെങ്കിലും ഞാൻ ഹൃദയപൂർവ്വം എൻ്റെ തന്നെ വാക്കുകൾ കേൾക്കുകയായിരുന്നു. അന്നുച്ച തിരിഞ്ഞ് ഹിമാലയ സാനുക്കളിലുള്ള നൈനീതാളിലേക്ക് ഞാൻ കടന്നുകളഞ്ഞു. അനന്തൻ നിശ്ചയദാർഢ്യത്തോടെ എന്നെ പിന്തുടർന്നു. ദുഃഖിതനായി ഞാൻ ബറേലിയിലേക്ക് തിരിച്ചു വരാൻ നിർബന്ധിതനായി. പാരിജാത ചുവട്ടിലേക്ക് രാവിലെ പതിവുള്ള തീർത്ഥയാത്ര മാത്രമായിരുന്നു എനിക്ക് അനുവദിക്കപ്പെട്ടിരുന്നത്. നഷ്ടപ്പെട്ട 2 മാതാക്കൾക്കും വേണ്ടി എൻ്റെ ഹൃദയം തേങ്ങി. ഒന്നു മാനവജനനി, മറ്റേത് ദിവ്യജനനി. അമ്മയുടെ മരണം നിമിത്തം കുടുംബത്തിന്റെ ഇഴച്ചാർത്തിലുണ്ടായ വിടവ് അപരിഹാര്യമായിരുന്നു. 40 വർഷത്തോളമുള്ള ശിഷ്ടജീവിതത്തിൽ അച്ഛൻ പുനർവിവാഹം ചെയ്തില്ല. തന്റെ കുട്ടികൾക്കു വേണ്ടി അച്ഛന്റെയും അമ്മയുടെയും പ്രയാസമേറിയ ചുമതലകൾ ഒരുമിച്ചേറ്റെടുത്ത അദ്ദേഹം കൂടുതൽ ശ്രദ്ധേയമാം വിധം ദയാലുവും അടുത്തുകൂടാവുന്ന രീതിക്കാരനുമായി തീർന്നു. ശാന്തതയോടും ഉൾക്കാഴ്ചയോടും കൂടി അദ്ദേഹം വിവിധ ഗാർഹിക പ്രശ്നങ്ങൾ പരിഹരിച്ചു. ഓഫീസ് സമയം കഴിഞ്ഞ് ഒരു മുനിയെ പോലെ തന്റെ മുറിയുടെ ഉള്ളറയിൽ പ്രവേശിച്ച് മധുരമായ പ്രശാന്തിയിൽ അദ്ദേഹം ക്രിയായോഗം പരിശീലിച്ചു വന്നു. അമ്മയുടെ നിര്യാണത്തിനു ശേഷം വളരെ കാലം കഴിഞ്ഞ് അച്ഛന്റെ ജീവിതം കൂടുതൽ സുഖപ്രദമാക്കത്തക്കവണ്ണം വിശദാംശങ്ങൾ ശ്രദ്ധിക്കുവാൻ ഒരു ഇംഗ്ലീഷ് പരിചാരികയെ ഏർപ്പെടുത്തുന്നതിന് ഞാൻ ശ്രമിച്ചു. പക്ഷേ അച്ഛൻ അതിനു വിസമ്മതിച്ചു. നിന്റെ അമ്മയ്ക്കൊപ്പം എനിക്കുള്ള ശുശ്രൂഷകൾക്കും അന്ത്യമായി. ഒരു ജീവിതകാലത്തെ പരസ്പര സ്നേഹത്തിന്റെ വിദൂര സാന്നിധ്യം ആ കണ്ണുകളിൽ നിഴലിച്ചു. മറ്റ് ഒരു സ്ത്രീയുടെയും പരിചരണം ഞാൻ സ്വീകരിക്കുകയില്ല. സുപ്രധാനമായ ഒരു സന്ദേശം എനിക്കു തരാൻ അമ്മ ഏൽപ്പിച്ചിരിക്കുന്നുവെന്ന് അവരുടെ ദേഹവിയോഗത്തിന് 14 മാസത്തിനു ശേഷം ഞാൻ അറിഞ്ഞു. മരണശയ്യയ്ക്കടുത്തുണ്ടായിരുന്ന അനന്തത അമ്മയുടെ വാക്കുകൾ രേഖപ്പെടുത്തിയിരുന്നു. അമ്മയുടെ ചരമത്തിനു ശേഷം ഒരു കൊല്ലമാകുമ്പോഴാണ് ആ വെളിപ്പെടുത്തൽ ചെയ്യേണ്ടതെന്ന് ആവശ്യപ്പെട്ടിരുന്നുവെങ്കിലും എൻ്റെ ജ്യേഷ്ഠൻ അതിന് അമാന്തിച്ചു. അമ്മ തിരഞ്ഞെടുത്ത പെൺകുട്ടിയെ വിവാഹം കഴിക്കാൻ ജ്യേഷ്ഠന് ഉടനെ ബറേലിയിൽ നിന്ന് കൽക്കത്തയ്ക്ക് പോകേണ്ടിയിരുന്നു. ഒരു സായാഹ്നത്തിൽ ജ്യേഷ്ഠൻ എന്നെ അടുത്തു വിളിച്ചു. മുകുന്ദ, അസാധാരണമായ ചില വിശേഷങ്ങൾ നിന്നെ അറിയിക്കുന്നതിന് എനിക്ക് മടിയായിരുന്നു.
നിവൃത്തിയില്ലാത്തത് കൊണ്ടാണ് താൻ ഇപ്പോൾ അത് ചെയ്യുന്നതെന്ന് അദ്ദേഹത്തിന്റെ സ്വരം വ്യക്തമാക്കി. വീട് വിടാനുള്ള നിന്റെ ആഗ്രഹം അത് തീവ്രമാക്കുമെന്നുള്ളതായിരുന്നു എന്റെ പേടി. എന്തായാലും നീ ഈശ്വരപ്രേമം കൊണ്ട് ഹർഷപുളകിതനാണല്ലോ. ഹിമാലയത്തിലേക്ക് പോകും വഴി നിന്നെ ഈയിടെ പിടിച്ചുകൊണ്ടുവന്നപ്പോൾ ഞാൻ ഒരു കാര്യം തീർച്ചയാക്കിയിരുന്നു. എന്റെ വാഗ്ദാനം നിറവേറ്റാൻ ഇനി താമസിച്ചുകൂടാ. ജ്യേഷ്ഠൻ ചെറിയൊരു പെട്ടി എന്നെ ഏൽപ്പിച്ചു. അമ്മയുടെ സന്ദേശവും തന്നു. പ്രിയപ്പെട്ട മകനെ മുകുന്ദ, ഈ വാക്കുകൾ എൻ്റെ അന്തിമമായ അനുഗ്രഹാശിസുകൾ ആകട്ടെ. നിന്റെ ജനനത്തിനു ശേഷമുള്ള അത്ഭുതകരമായ ചില സംഭവങ്ങൾ പറയാനുള്ള അവസരം വന്നു ചേർന്നിരിക്കുന്നു. നിയതി നിനക്കു നൽകിയ പാത ഞാൻ ആദ്യമായി അറിഞ്ഞത് നീ ഒരു കൈക്കുഞ്ഞായിരിക്കുമ്പോൾ തന്നെയായിരുന്നു. അന്നു നിന്നെ ഞാൻ വാരാണസിയിൽ എൻ്റെ ഗുരുനാഥന്റെ വസതിയിലേക്ക് കൊണ്ടുപോയി. ശിക്ഷകണങ്ങളുടെ പിറകിൽ ഏറെക്കുറെ മറഞ്ഞിരുന്ന എനിക്ക് അഗാധമായ ധ്യാനത്തിൽ മുഴുകിയിരുന്ന ലാഹിരി മഹാശയന്റെ രൂപം കഷ്ടിച്ച് കാണാമായിരുന്നുള്ളൂ. നിന്നെ ഞാൻ തലോടിക്കൊണ്ടിരുന്നു. അപ്പോൾ മഹാനായ ഗുരു ശ്രദ്ധിക്കണമെന്നും അനുഗ്രഹം നൽകണമെന്നും ഞാൻ പ്രാർത്ഥിക്കുകയായിരുന്നു. എൻ്റെ നിശബ്ദ പ്രാർത്ഥനയ്ക്ക് തീവ്രതയേറിയപ്പോൾ അദ്ദേഹം കണ്ണു തുറന്ന് എന്നോട് അടുത്തു വരുവാൻ ആംഗ്യം കാട്ടി. മറ്റുള്ളവർ എനിക്കു കടന്നു പോകുവാൻ വഴി തന്നു. ഞാൻ ആ പാവന പാദങ്ങളിൽ നമിച്ചു. ലാഹിരി മഹാശയൻ നിന്നെ മടിയിലിരുത്തി. ആത്മീയമായി നിന്നെ ജ്ഞാനസ്നാനം ചെയ്യിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ കൈ നിന്റെ നെറ്റിയിൽ വച്ചു. പ്രിയ മാതാവേ, നിന്റെ മകൻ ഒരു യോഗിയായി തീരും. ആധ്യാത്മികമായ ഒരു തീവണ്ടി എഞ്ചിൻ പോലെ അവൻ അനേകം ആത്മാക്കളെ ദൈവരാജ്യത്തിൽ എത്തിക്കും. എന്റെ വെളിപ്പെടുത്താത്ത പ്രാർത്ഥന സർവജ്ഞനായ ഗുരു കൈക്കൊണ്ടതിൽ എന്റെ ഹൃദയം സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി. അദ്ദേഹത്തിന്റെ പാത നീ പിന്തുടരുമെന്ന് നിന്റെ ജനനത്തിനു കുറച്ചു കാലം മുമ്പ് തന്നെ അദ്ദേഹം എന്നോട് പറഞ്ഞിരുന്നു. മഹത്തായ പ്രഭാപൂരത്തിന്റെ ദർശനം പിന്നീട് നിനക്കു ലഭിച്ചത് കിടക്കയിൽ നിശ്ചലനായിരുന്ന നിന്നെ അടുത്ത മുറിയിൽ നിന്നു നിരീക്ഷിച്ചിരുന്ന എനിക്കും നിന്റെ സഹോദരി രമയ്ക്കും അറിയാൻ കഴിഞ്ഞു. നിന്റെ കൊച്ചുമുഖം ദീപ്തമായിരുന്നു. ഈശ്വരനെ തേടി ഹിമാലയത്തിൽ പോകുമെന്നു പറഞ്ഞ നിന്റെ ശബ്ദത്തിൽ ഉരുക്കുപോലെ ഉറച്ച നിശ്ചയദാർഢ്യം മുഴങ്ങി. പ്രിയപുത്ര, ലൗകിക തൃഷ്ണകളിൽ നിന്ന് വളരെ അകന്നതാണ് നിന്റെ വഴിയെന്ന് ഈ രീതികളിൽ ഞാൻ മനസ്സിലാക്കിയിരുന്നു. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും അസാധാരണമായ സംഭവം ഇതിന് കൂടുതൽ സ്ഥിരീകരണം നൽകി. അതാണ് മരണശയ്യയിൽ നിന്ന് ഈ സന്ദേശം നിനക്കു തരാൻ ഇപ്പോൾ എന്നെ പ്രേരിപ്പിക്കുന്നത്. പഞ്ചാബിൽ വെച്ച് ഒരു യോഗി വര്യനിൽ നിന്ന് എനിക്കു ലഭിച്ച ഒരു കൂടിക്കാഴ്ചയായിരുന്നു അത്. നമ്മൾ സകുടുംബം ലാഹോറിൽ താമസിച്ചിരുന്നപ്പോൾ ഒരു ദിവസം രാവിലെ പരിചാരകൻ എൻ്റെ മുറിയിൽ വന്നു. അമ്മ, അപരിചിതനായ ഒരു സാധു വന്നിട്ടുണ്ട്. മുകുന്ദന്റെ അമ്മയെ കാണണമെന്ന് ശഠിക്കുന്നു. ലളിതമായ ഈ വാക്കുകൾ എന്നിൽ ആഴത്തിലുള്ള ഏതോ തന്ത്രിയിൽ ശക്തമായി തട്ടി. സന്ദർശകനെ ഭവ്യമായി സ്വീകരിക്കാൻ ഉടനെ തന്നെ ഞാൻ ചെന്നു. അദ്ദേഹത്തിന്റെ പാദം വണങ്ങിയപ്പോൾ എൻ്റെ മുന്നിലുള്ളത് ഒരു യഥാർത്ഥ ദൈവജ്ഞനാണെന്ന് എനിക്ക് ബോധ്യം വന്നു. അമ്മേ, ഈ ഭൂമിയിലെ നിങ്ങളുടെ വാസം ഇനി അധിക നാൾ ഉണ്ടാവില്ലെന്ന് നിങ്ങൾ മനസ്സിലാക്കണമെന്ന് മഹാത്മാക്കളായ ആചാര്യന്മാർ ആഗ്രഹിക്കുന്നു. ഇനി നിങ്ങൾക്കുണ്ടാകുന്ന അസുഖം അവസാനത്തേതായിരിക്കും. അല്പനേരം മൗനം നിലനിന്നു. അപ്പോൾ എനിക്ക് ഭയമല്ല, പകരം അപാര ശാന്തിയുടെ ഒരു സാന്നിധ്യം മാത്രമാണ് അനുഭവപ്പെട്ടത്. അദ്ദേഹം ഒടുവിൽ എന്നോട് ഇങ്ങനെ പറഞ്ഞു: നിങ്ങൾ ഒരു വെള്ളി ഏലസിന്റെ സൂക്ഷിപ്പുകാരിയാകും. ഞാൻ അത് ഇന്നു നിങ്ങൾക്കു തരുന്നില്ല. എൻ്റെ വാക്കുകളിലെ സത്യം വെളിപ്പെടുത്താനായി അത് നാളെ നിങ്ങൾ ധ്യാനനിരതയായിരിക്കുമ്പോൾ നിങ്ങളുടെ കൈകളിൽ ആവിർഭവിക്കും. നിങ്ങളുടെ മരണസമയത്ത് അത് മൂത്ത മകൻ അനന്തനെ ഏൽപ്പിച്ചിട്ട് ഒരു വർഷത്തിനു ശേഷം നിങ്ങളുടെ രണ്ടാമത്തെ മകന് അത് കൈമാറാൻ നിർദ്ദേശിക്കുക. ആചാര്യന്മാരിൽ നിന്നുമുള്ള ഈ ഏലസിന്റെ സാരം മുകുന്ദന് മനസ്സിലായിക്കൊള്ളും. ലൗകിക പ്രതീക്ഷകളെല്ലാം കൈവെടിയാനും ഈശ്വരനു വേണ്ടിയുള്ള പരമപ്രധാനമായ അന്വേഷണം തുടങ്ങുവാനും അവൻ തയ്യാറാകുന്ന സമയത്ത് അത് അവനു ലഭിക്കണം. കുറച്ചു വർഷങ്ങൾ അവൻ അത് കൈവശം വയ്ക്കുകയും ആ ഏലസ് അതിൻ്റെ ഉദ്ദേശം നിറവേറ്റി കഴിയുകയും ചെയ്യുമ്പോൾ അത് അപ്രത്യക്ഷമാവും. എത്ര ഗോപ്യമായ സ്ഥലത്തു വച്ചാൽ പോലും അത് വന്നിടത്തേക്കു തന്നെ തിരിച്ചു പോകും.
ഞാൻ ദിവ്യന് ധർമ്മം കൊടുത്ത് അദ്ദേഹത്തെ അതിയായ ഭയഭക്തിയോടെ നമസ്കരിച്ചു. ദക്ഷിണ സ്വീകരിക്കാതെ അനുഗ്രഹാശിസുകൾ നൽകിക്കൊണ്ട് അദ്ദേഹം യാത്രയായി. അടുത്ത ദിവസം വൈകുന്നേരം ധ്യാനവേളയിൽ എന്റെ കൈക്കുമ്പിളിൽ സിദ്ധൻ വാഗ്ദാനം ചെയ്ത പ്രകാരം ഒരു വെള്ളി ഏലസ് ആവിർഭവിച്ചു. തണുത്ത മിനുസമാർന്ന ഒരു സ്പർശനത്താലാണ് അതിൻ്റെ സാന്നിധ്യം അത് അറിയിച്ചത്. അന്നു മുതൽ 2 കൊല്ലത്തിലേറെ പ്രത്യേക ശുഷ്കാന്തിയോടെ ഞാൻ അത് കാത്തുസൂക്ഷിച്ചു. ഇപ്പോൾ അത് അനന്തനെ ഏൽപ്പിക്കുന്നു. എന്നെ ഓർത്ത് നീ ദുഃഖിക്കരുത്. എന്റെ മഹാഗുരുവിനാൽ അനന്തതയുടെ കൈകളിലേക്ക് ഞാൻ ആനയിക്കപ്പെട്ടിട്ടുണ്ടാവും. കുഞ്ഞെ, വിട തരൂ. വിശ്വജനനി നിന്നെ കാത്തുരക്ഷിക്കും. ഏലസ് കൈവന്നതോടെ വിജ്ഞാനത്തിന്റെ ഒരു ഉജ്ജ്വല ദീപ്തി എന്നെ പൊതിഞ്ഞു. ഉറങ്ങിക്കിടന്ന പല ഓർമ്മകളും ഉണർന്നു. പൗരാണികതയുടെ വൈചിത്ര്യമാർന്ന വൃത്താകാരമായ ആ ഏലസിന്മേൽ നിറയെ സംസ്കൃത ലിപികളായിരുന്നു. പൂർവജന്മങ്ങളിലെ ഗുരുക്കന്മാരിൽ നിന്നുമാണ് അതെത്തിയതെന്ന് ഞാൻ മനസ്സിലാക്കി. അവരാണ് അദൃശ്യരായി എൻ്റെ കാലടികളെ നയിച്ചിരുന്നത്. യഥാർത്ഥത്തിൽ മറ്റൊരു പ്രാധാന്യവും അതിനുണ്ടായിരുന്നു. പക്ഷേ ഒരു ഏലസിന്റെ ഹൃദയം പൂർണ്ണമായി അനാവരണം ചെയ്യരുതല്ലോ. ഈ ഏലസ് എൻ്റെ ജീവിതത്തിലെ വളരെ അസന്തുഷ്ടികരമായ ചില സാഹചര്യങ്ങളിൽ എങ്ങനെ അപ്രത്യക്ഷമായി എന്നും അതിൻ്റെ തിരോധാനം എൻ്റെ ഗുരുലബ്ധിയുടെ നാന്ദി എങ്ങനെ കുറിച്ചുവെന്നും ഈ അധ്യായത്തിൽ കുറിക്കാനാവില്ല. പക്ഷേ ഹിമാലയത്തിൽ എത്താനുള്ള ശ്രമം വിഫലമാക്കപ്പെട്ടതുകൊണ്ട് ആ കൊച്ചുകുട്ടി തൻ്റെ ഏലസിന്റെ ചിറകിലേറി നിത്യവും ബഹുദൂരം സഞ്ചരിച്ചിരുന്നു.